ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് വോട്ടർ പട്ടിക പരിഷ്കരണം. SIR-ഉം പട്ടിക പരിഷ്കരണം ഇതുവരെ പരിശോധിച്ച് നോക്കിയ സമയത്ത് ഇവിടെ തന്നെ ഈ പേരാമ്പ്ര മണ്ഡലത്തിൽ തന്നെ ഒരു കേസ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് മച്ചാട് പഞ്ചായത്ത് ഒരു ബൂത്തിൽ 400 വോട്ടില്ല പരിഷ്കരണത്തിൽ. വോട്ടില്ലെങ്കിൽ എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും? ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പം ചില ബൂത്തുകളിൽ പുതിയ വോട്ടർമാർ സ്ഥലത്തൊന്നും ഇല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റിൽ പരിശോധിച്ച സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ, അവർ യഥാർത്ഥ വോട്ടർമാരാണോ എന്നൊന്നും അറിയില്ല, പേര് വന്നിട്ടുണ്ട് നമ്മുടെ പട്ടികയിൽ. അതെങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട പ്രശ്നം. അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പം വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സത്യസന്ധമല്ലാത്ത നിലയിൽ നടത്തുന്ന അനുഭവം കേരളത്തിലുണ്ട്. പുതിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് അത് SIR-ന്റെ പ്രശ്നം. പുതിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്യേണ്ടുന്നവർ ഇനി വോട്ടർമാരെ ചേർക്കുക എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വോട്ടർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് തന്നെ ആളുകളെ ചേർക്കാം, ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും സ്വന്തമായി ചേർക്കാം. ഇപ്പോൾ ഓൺലൈൻ പ്രശ്നമുള്ളത് കൊണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ടും ചേർക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരു ആളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതിൻ്റെ അനുബന്ധമായ രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ അത്തരം കാര്യങ്ങൾ വ്യക്തവരുത്താൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരികയാണ്. വളരെ ദുഷ്കരമായിട്ടുണ്ട്. അതിനൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ തെറ്റായ രീതികൾ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോഴും ഞങ്ങൾ എടുക്കുന്ന നിലപാട് അർഹരായ വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കർശനമായ നിലപാട് മുമ്പോട്ട് പോകണം. ഈ പ്രശ്നത്തിൽ കേരളത്തിൽ ഒരു പ്രത്യേക തരം പ്രചരണം നടക്കുകയുണ്ടായി. ആ പ്രചരണം ഇതിനകത്ത് പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഇപ്പോൾ ചേർത്തിട്ടില്ലെങ്കിൽ. അത് തെറ്റായ പ്രചരണമാണ്. അത്തരമൊരു രീതിയല്ല സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ തെറ്റായ പ്രചരണം SIR പെട്ടിട്ടില്ലെങ്കിൽ നാട് കടത്തിപ്പോകും എന്നൊക്കെ പറഞ്ഞ് സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസും അതിൻ്റെ കേന്ദ്രങ്ങളൊക്കെ സാധാരണ നിലയിൽ ഇത്തരം വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇങ്ങനെ വോട്ടർമാരെ ചേർക്കുന്ന ചില പ്രവണതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത്, മതത്തിൻ്റെ പ്രശ്നത്തിൽ രാഷ്ട്രീയം ഇടപെടരുത്. അങ്ങനെ ഇടപെടുമ്പോഴാണ് അതൊരു വർഗീയമായ നിലപാടായി മാറുക. അതുണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ്. അതാണ് മതനിരപേക്ഷ നിലപാട്. അതുണ്ടാകാൻ പാടില്ല എന്നതാണ് മതനിരപേക്ഷ നിലപാട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വെള്ളം ചേർത്ത് പോകുന്ന സ്ഥിതി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ശരിയായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കി വസ്തുതാപരമായി ഇനിയിപ്പോൾ SIR-ൽ തെറ്റായ രീതി ഉണ്ടെങ്കിൽ ആ തെറ്റായ രീതി ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ചിലപ്പം ബഹുജനപക്ഷവും വേണ്ടി വരും, മറ്റ് നടപടികൾ വേണ്ടി വരും. അങ്ങനെ മുമ്പോട്ട് പോവുക എന്നുള്ളൊരു സമീപനമാണ് നമ്മുടെ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്.